മണി എന്ന് പറഞ്ഞുള്ള വീട് എവിടെയാ? ഏത് മണി? ടാങ്കർ ഓടിക്കുന്നത് കേരിമണിയാണോ? ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് 4ാമത്തെ വീടാണ്. ഓക്കെ സാർ, താങ്ക്സ്. ദേടമണി അവരല്ലടാ വന്നെ. ചേട്ടനാണോ കീരിമണി? ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു, അവിടെ ആരും കണ്ടില്ല. നിങ്ങളെന്തിനാ എൻ്റെ വീട്ടിൽ പോയത്? ഭദ്ര ലോൺ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ. എപ്പോൾ വന്നാലേ കാണാൻ പറ്റുക? നിനക്കെൻ്റെ ഭാരനെ കാണണല്ലേ? കാണിച്ചു തരാടാ. ചേട്ടൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ ബാങ്കിലെ സ്റ്റാഫാ. ഉവടാ, ഇതുപോലെ പല ലോണിന്റെ കാര്യം പറഞ്ഞ് എൻ്റെ വീട്ടിൽ കുറെ ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ടാ. അല്ല ചേട്ടൻ, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വന്നതാ. ചോദിക്കാനും പറഞ്ഞ ആരില്ലെന്ന് കരുതാ. ഞങ്ങള് മണി ജീവനോട് തന്നെണ്ടാ. നിന്റെ തോന്നിയാസം ഇവിടെ നടക്കൂല. മണി മണി തല്ലല്ലേ തല്ലല്ലേ മണി. എടാ ഇനി അവനെ തല്ലിയ അവൻ ചത്തുപോകും. മാഷിനകത്തോടെ വണ്ട. എനിക്ക് പന്നികൾക്ക് കൊടുത്തത് പോരാ, എന്റെ കൈയുടെ തരിപ്പ് മാറിയിട്ടില്ല. ഇവന്മാരൊക്കെ അവളെ ചാരന്മാരാണ് മാഷേ. മാറി നിൽക്ക് മണി. ഭദ്രയെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയലടാ. അവളൊരു പാവം ഉണ്ടാ. നിങ്ങളല്ലാണ്ട് അവൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുമോ? മാഷേ, ഞങ്ങൾ ലോണിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. മനസ്സിലായി മനസ്സിലായി. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോവാൻ നോക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. എന്താ മക്കളെ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. അതെന്താ? അമ്മേന്തി? അമ്മ ആശുപത്രിയിലാ. ആശുപത്രിയിലോ? ഭദ്രക്ക് എന്ത് പറ്റി? അച്ഛനമ്മയെ തല്ലി. അമ്മയുടെ ബോധം പോയി. അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി. അച്ഛൻ ആശുപത്രിയിലുണ്ടാ? അച്ഛൻ ഷേർലിയാൻ്റെ വീട്ടിലാ. ആട്ടെ, നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചാ? ഇല്ല. ശരി, നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ ഭക്ഷണം വാങ്ങിക്കിട്ട് വരാം കേട്ടാ. ഇതൊന്ന് ശരിയാക്കി തന്നെ. അത് നീ തന്നെ ശരിയാക്കിയാൽ മതി. കള്ളന്റെ നോട്ടം കണ്ടില്ലേ? മതിയായില്ലേ മുത്തേ? നിന്നെ എത്ര കിട്ടിയാലും മതി വരൂലടി. വാ, നീ ഇവിടെ നിന്ന് കിടക്ക്. കൊതി തീർന്നില്ലട മുത്തേ. നിന്നെ എത്ര കിട്ടിയാലും കൊതി മാറൂലടി.
ഇവിടെ ഒന്ന് കിടക്കണേ. മതി മതി, ഞാൻ പോവാ. ഇനി നാളെ വരാം. ഭദ്രേച്ചേരാൻ സമയമായില്ലേ? ഞാൻ പോട്ടെ. നിന്റെ ഒരു ഭദ്രേച്ചി. ആ നായന്റെ മോളുടെ പേര് ഇവിടെ പറയരുത്. എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് അവള. നീ ഇവിടെ നിന്ന് കിടക്ക്. നീ ഇവിടെ നിന്ന് കിടക്കണേ. എൻ്റെ പൊന്നല്ലേ, ഇപ്പം ഞാൻ പോട്ടെ. സമയം ഒരുപാടായി. സ്കൂൾ വിട്ട് പിള്ളേരിപ്പോൾ വരും. എന്നാ നീ പോ. മോളെ ഭദ്രേ. ആ മാഷോ, ഞാൻ മാഷിനെ കാണാതിരിക്കായിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. പിള്ളേർ പറഞ്ഞ് മോൾ ആസ്പത്രിയിലാണ്. എന്നാ ഡിസ്ചാർജ് ആയത്? ഇന്നലെ മാഷ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത കാര്യമൊക്കെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു. നന്ദിയുണ്ട് മാഷെ. എനിക്കെന്തെങ്കിലും പറ്റിയ അവരനാഥരാകും മാഷെ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കേണ്ട മോളെ. എന്തായി മാഷെ ലോണിൻ്റെ കാര്യം? അത് കിട്ടിയിട്ട് വേണം എൻ്റെ മോളെ ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓൾക്ക് വയ്യായിക കൂടി കൂടി വരിക. ലോൺ കിട്ടാതെ അല്ലാതെ വേറൊരു മാർഗമില്ല. ലോൺ എന്നാ കിട്ടാം മാഷേ? അത് പറയാനും കൂടിയാണ് ഞാൻ വീട്ടിൽ വന്നത്. അത് ശരിയാവില്ല മോളെ. വന്നവരോട് വളരെ മോശമായിട്ടാണ് മണി പെരുമാറിയത്. എൻ്റെ ഗുരുവായൂരപ്പ, നിനക്ക് പരീക്ഷിച്ച് മതിയായില്ലേ? ഞാനിനി എന്ത് ചെയ്യും മാഷേ? പലരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാ എൻ്റെ മോളെ ഞാൻ ചികിത്സിക്കുന്നത്. എൻ്റെ ഈ ചെറിയ ജോലി കൊണ്ട് എന്താവാനാ? മണി വീട്ടുകാരിലൊന്നും നോക്കാറില്ലേ? നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് പോലും അറിയില്ല. വാടക ഇപ്പോൾ കൊടുത്തിട്ട് ഒരുപാട് കാലമായി. ഇനി ഞാൻ എന്താ ചെയ്യാൻ ഈശ്വര? എനിക്ക് മടുത്തു മാഷേ. ഞാൻ പോട്ടെ മാഷേ. എത്ര നന്നായിട്ട് ജീവിച്ചിരുന്ന കൊച്ച, അതിൻ്റെ ഒരു വിധി. ഓടക്കള്ള നിന്നെ കൊണ്ട് എന്തോരം കിട്ടിയാലും നിന്റെ ആർത്തി തീരൂല. പോട്ടെ.
ദേ ചേച്ചി അച്ഛൻ വരുന്നു. ഇന്നും 4 കാലുമ്പോ തന്നെയാ വരവ്. കഴിഞ്ഞടി നിന്റെ ഒക്കെ പഠിപ്പ്. ഓ, പഠിച്ച് വലിയ കളക്ടറാവാനുള്ള പരിപാടിയാണ് രണ്ടെണ്ണോ. പഠിച്ചു വലിയ കളക്ടറാവാൻ പോവല്ലേ? എടുത്തിട്ട് പോയി രണ്ടെണ്ണോ. എവിടെയാണ് നിന്റെ ഒക്കെ അമ്മ മഹാറാണി? അവിടെ എവിടെ? ആ, ഇവിടെ ഉണ്ടായിരുന്ന മഹാറാണി. ചോറ് എടുത്തേക്കടി. അവള് നിപ്പ് കണ്ട. എന്തുവാടി, മീനൊന്നും വാങ്ങിയില്ലേ എന്ന്? ഇതെന്തൂട്ടാൻ്റെ ഇത്? ഇതിന് ഉപ്പില്ല, പുളിയില്ല, ഒന്നുമില്ല. അതിനവൾക്ക് നേരം ഇവിടെ ആൾക്കാരായിട്ട് കൊഞ്ചിക്കോഴല്ല നിനക്ക് നേരം. എൻ്റെ ബാഗിലുണ്ടായിരുന്ന പൈസയൊക്കെ എടുത്തു കൊണ്ടുപോയില്ലേ? ഞാൻ ആ മാഷിൻ്റെ നിന്ന് കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവച്ചതാ. അതും കൂടി എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്ടി? ചോറ് എല്ലാം വിറ്റ് തുറച്ചില്ലേ? ഇത് മാത്രം ഞാൻ തരില്ല. അയ്യോ, എന്റെ മോള്. മോളെ അമ്മേ, നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോവാം അമ്മേ. നമുക്ക് എവിടെയെങ്കിലും പോവാം അമ്മേ. എന്നിങ്ങനെ തല്ലിക്കിട്ടിട്ട് മതിയായി. നിങ്ങൾ പെൺമക്കളെയും കൊണ്ട് ഞാൻ എവിടെ പോകും മക്കളെ? എന്റെ വീട്ടിൽ പോയാലും ഈ കാലമാടൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ? നാട് വിട്ടു പോവാം അമ്മേ. അകലേക്ക് എവിടെയെങ്കിലും വേറെ നാട്ടിലേക്ക്. അതൊക്കെ അമ്മ പല പ്രാവശ്യം ആലോചിച്ചതാ മക്കളെ. വേറൊരു നാട്ടിൽ പോയാ നമ്മൾ എവിടെ ചെന്ന് താമസിക്കും? അമ്മയ്ക്ക് ആരാ ജോലി തരിക? നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പോണ്ടേ? ഇയാളെ പേടിച്ചാണെങ്കിൽ ആരും ഒന്നും ചെയ്യൂല, ഒരു സഹായവും ചെയ്തു തരില്ല. മോളെ, പൊന്നോ, അച്ചു, അച്ചു. എനിക്ക് മതിയായി മക്കളെ. നിങ്ങളെ ആലോചിച്ച് മാത്ര, ഇല്ലെങ്കിൽ എന്നേ ഈ ജന്മം ഞാൻ അവസാനിപ്പിച്ചേനെ. ഒഴിക്കടാ ഭദ്രേ.
അതടിച്ചോ? എടി ഭദ്രേ, ഭദ്രേ, എടി ഇത്തിരി വെള്ളം എടുത്തുണ്ടോടി. എന്താടി പറഞ്ഞ കേട്ടില്ലേ? ഓ വലിയ ശീരാവധി വന്നിരിക്കുന്നു. അവൾക്കേ വീട്ടിൽ കയറ്റി കള്ളുടിപ്പിക്കുന്നത് ഇഷ്ടമല്ല. വീട്ടിൽ കൊണ്ടുവന്ന് ഷെർലിന് ഇവിടെ കയറ്റുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് പോടന്ന്. മൈക്കിളേ സ്കോച്ച് കൊണ്ടുവന്നുണ്ട്. സ്കോച്ചൊക്കെ ഉണ്ടല്ല എടുക്കാണ്ട്. അതങ്ങ് മാറ്റി വെക്കടാ. ഇനി കൊള്ളൂരാത്ത സാധനം ചാത്തൻ മാറ്റി മാറ്റി. ഭദ്രേ, തീപ്പറ്റി കൊള്ളില്ലേ? എനിക്ക് ഒഴിക്കാൻ പറഞ്ഞ നീ അടിക്കണ്. എന്താ ഒരു നോട്ടം? ഒരാഴ്ക്കടാ. മൈക്കിൾ എന്താ ഇവിടെ? മൈക്കിള് വെള്ളം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു തരാം. മൈക്കിള് പോ. വെള്ളം പിന്നെ എനിക്കിപ്പോ അതിനെ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം. മൈക്കിൾ അനാവശ്യം പറയാതെ പുറത്തു പോ. ഞാൻ ഏട്ടനെ വിളിക്കൂ. മണിക്ക് പൂർണ്ണ സമ്മതമാണ്. അവൻ പറഞ്ഞിട്ടാ അവന് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ കൊച്ചിൻ്റെ കാര്യം ഞാനേറ്റ്. നീ ഇങ്ങോട്ട് വാടി. മൈക്കിളെ വിട്. മൈക്കിളെ മണിയേട്ടാ വിട്. മൈക്കിളെ വിട്. നീ എത്ര ശീലാവധി ഒന്നും വേണ്ട. ഇതെന്റെ മൈക്കിളാശാനാണ്. ആശാൻ പറഞ്ഞ നീ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. നിനക്ക് വേണ്ടത് മൈക്കിളാശാൻ തരും. അല്ല ആശാനെ? നീ ആള് പറഞ്ഞ അനുസരിക്കടേ. മൈക്കിളെ അങ്ങേര് മദ്യപിച്ച് ഓരോന്ന് പറയുന്നതാ. നീ പോ. മൈക്കിളെ പോ. അടുത്ത് വരരുത്. അടുത്ത് വരരുത്. അമ്മേ
എന്ത് നല്ല സ്വഭാവമുള്ള ആളായിരുന്നു മണിയേട്ടൻ. അങ്ങേരെ പോലെ കുടുംബം നോക്കുന്ന ഒരാൾ ഈ പരിസരത്ത് കാണില്ല. അങ്ങേര് പോരാട്ടെ ജാരനെ വിളിച്ച് കയറ്റിയതാ. അതുകൊണ്ടൊന്നും മണിയേട്ടനെ കൊന്നു. ഇങ്ങനെയുണ്ട പെണ്ണുങ്ങള്. സത്യ വണ്ടി കയറ്റി എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ.